ഗസയിലെ വെടിനിർത്തൽ കരാറുണ്ടല്ലോ, ആ വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൈമാറുക, മരിച്ച മൃതദേഹങ്ങൾ കൈമാറുക, തടവുകാരെ വിട്ടയക്കുക. ആ ഒന്നാം ഘട്ടമേ കൈമാറിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു, 1 വർഷം ആകുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനുശേഷം നമ്മളിപ്പോൾ സാധാരണ പ്രേക്ഷകരൊക്കെ വിചാരിക്കുക, സാധാരണ ആൾക്കാർ വിചാരിക്കുക എന്താണ്, ഗസ ഇങ്ങനെ കുറേ തകർന്ന് കിടക്കുന്നു, അവിടെ ആളുകൾ വീണ്ടും ജീവിച്ചു തുടങ്ങുന്നു. അങ്ങനെയല്ല. ഗസയുടെ 50 മുതൽ 60% വരെ ഇസ്രായേലിൻ്റെ അധീനതയിലാണ് ഇപ്പോഴും. ഇസ്രായേൽ ഇപ്പോഴും അവിടെ ആക്രമണം നടത്തുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഭീഷണി ഉണ്ടെന്ന് പറയാം, പോയി ബോംബിടുക, ആളുകൾ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ലോകം അത് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഗസയിൽ ബോംബിടുന്നുണ്ടെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വെടിനിർത്തൽ കരാറിന് ശേഷം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലെബനാനൊന്നും ആരും മൈൻഡേ ചെയ്യുന്നില്ല. ലെബനാനിൽ എന്ത് കിടക്കുന്നു ആർക്കും അറിയുമില്ല, ആർക്കും താല്പര്യമില്ല. അതിൽ ഫലസ്തീൻ്റെ ഒരു താല്പര്യം ലെബനാനോടില്ല. അപ്പോൾ ഫലസ്തീനിൽ തന്നെ എന്ത് നടക്കുന്നു ആർക്കും അറിയില്ല, ഗസയിൽ എന്ത് നടക്കുന്നു ആർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴുള്ള പ്രശ്നം, രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു മുൻ ഉപാധിയാണ് ഹമാസിൻ്റെ നിരായുധീകരണം. ഹമാസിൻ്റെ നിരായുധീകരണം, അതുപോലെ ഗസയുടെ ഭരണം നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ബോർഡ് ഓഫ് പീസിന് കീഴിലുള്ള മറ്റൊരു സമിതിയെ കൈമാറുക. ഒരു ടെക്നോക്രാറ്റിക് ഭരണകൂടമാണ് അത് കൈമാറുക. അത് ഹമാസ് അംഗീകരിച്ചതാണ്, അവരതിന് സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രശ്നം ഈ രണ്ടാം ഘട്ടത്തിലേക്കാണ്. ഇസ്രായേൽ പറയുന്നൊരു കാര്യം ഹമാസ് നിരായുധീകരിക്കപ്പെടണമെന്നാണ്. പക്ഷേ ഹമാസ് ആ കാര്യത്തിലെടുത്തുള്ള നിലപാട്, ഞങ്ങൾ പൂർണ്ണ നിരായുധീകരണം സാധ്യമല്ല. പൂർണ്ണ നിരായുധീകരണം സാധ്യമാവണമെങ്കിൽ എന്ത് വേണം, സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വരണം. അപ്പോൾ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കും. ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമാണ്. അതില്ലാതെ ഞങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് തന്നെ പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിലേക്കുള്ളൊരു റോഡ് മാപ്പെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ വലിയ ഹെവി മിസൈലുകൾ അതൊക്കെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വലിയ മിസൈലുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. അതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? ഹമാസ് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നാണ്. അവരവിടെ ഉണ്ട്, അവരിപ്പോഴും അവിടെയുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവർ ഭരണം ആര് നടത്തി എന്നുള്ളതൊരു പ്രശ്നമല്ല. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഹമാസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ഭരണകൂടം ഇല്ല. പക്ഷേ ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ, അവരെവിടെയാണ്? അവർ ഗസയ്ക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി അവരങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഭരണം ഏറ്റെടുക്കണം. അവർ അങ്ങോട്ട് വരുമോ? ഒരു വാർ സോണിലേക്ക് അവരെത്തുമോ? അതോ രാജ്യത്ത് പുറത്ത് നിന്നിട്ട് ഭരിക്കുമോ? അറിയില്ല. പക്ഷേ എന്തായാലും ഭരണ കൈമാറ്റം നടന്നു കഴിഞ്ഞു. ആ ഭരണ കൈമാറ്റം അവരാരാണ് ഭരിക്കാൻ വരുന്നത്, ആരാണ് ആ ഭരണം ഏറ്റെടുക്കുന്നത്, അവരെവിടെ നിന്നാണ് ഭരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി അവിടെ വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഈ യുനരവയുടെ ക്യാമ്പുകൾ, അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, സാധന സാമഗ്രികൾ എത്തുന്നുണ്ടോ നോക്കുക, മരുന്നും വെള്ളമൊക്കെ എത്തുന്നുണ്ടോ നോക്കുക. അതിനപ്പുറം ജീവന വിഷയമല്ല. അതിനുശേഷമാണ് അത് നോക്കണമല്ലോ. അത് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ സുരക്ഷയും പ്രശ്നമാണല്ലോ. ഭരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനം മാത്രമല്ല. ഭരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ സുരക്ഷ കൂടിയുണ്ട്. അവിടുത്തെ പോലീസ് സംവിധാനത്തെ ഇൻടാക്റ്റ് ആക്കണം. അപ്പോഴും അവിടെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തോടെ എന്തായിരിക്കും ആ ഭരണകൂടത്തിൻ്റെ സമീപനം? ഇസ്രായേൽ ഒന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇവരുടെ ഒഫീഷ്യൽസ്, ഈ പറഞ്ഞ നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസ് ഗസയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും വെടിയേറ്റോ ബോംബിട്ടോ ഒക്കെ കൊല്ലപ്പെട്ടേക്കാം. അതും സംഭവിക്കാം. അപ്പോൾ ഇതൊരു വളരെ അവ്യക്തമായ ഒരു ഭരണ കൈമാറ്റമാണ്. അതിൻ്റെ ഭാവി എന്താവും നമുക്ക് ഇവിടെ പ്രവചിക്കാനേ കഴിയില്ല. അതിലെന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇനി ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് ഹമാസ് പറയുന്ന കാര്യം, ഒന്ന് ഗാസ റീബിൽഡിംഗ് ആണ്, ഗസ പുനർനിർമ്മിക്കണം. മറ്റൊന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് റോഡ് മാപ്പ്. ഈ 2 കാര്യങ്ങളും, ഗസ റീബിൽഡിംഗ് ഒക്കെ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ട്രംപ് എടുത്തത് നമുക്കറിയില്ല. അത് അമേരിക്ക പണം മുടക്കി ചെയ്യുന്ന പണിയല്ല. തൊട്ടടുത്തുള്ള ഖത്തർ, സൗദി, UAE പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം പിരിച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നടക്കുമായിരിക്കും, അത് നടന്നേക്കാം. പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ഹമാസിൻ്റെ ഡിമാൻഡ് അത് ട്രംപോ ഇസ്രായേലോ അംഗീകരിക്കാനേ പോകുന്നില്ല. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന സംഘർഷം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ട്രംപ് എത്രമാത്രം അസ്വസ്ഥനാണ് ഇസ്രായേലിനെ കൊണ്ടെന്നുള്ളതാണ്. ഒന്ന്, അവിടെ നവംബറിൽ മിഡ് ടൈം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ പ്രശ്നം അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു തുടങ്ങി. ട്രംപിൻ്റെ തന്നെ സപ്പോർട്ട് ക്യാമ്പിൽ അമേരിക്കയുടെ ഇസ്രായേൽ സപ്പോർട്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്രായേലിനോടുള്ള സപ്പോർട്ട് ഏറ്റവും കുറഞ്ഞൊരു നിമിഷമാണിത്.
അതായത് ഏറ്റവും അടുത്ത സർവേകൾ പ്രകാരം അമേരിക്കക്കാരിൽ 60 മുതൽ 70% ആൾക്കാർ വരെ ഈ അമേരിക്ക ഇസ്രായേലിനെ ചുമക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു നിലപാട് അമേരിക്കൻ പബ്ലിക് സൊസൈറ്റിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം അൺപോപ്പുലറായി ഇസ്രായേൽ അമേരിക്കയ്ക്കുള്ളിൽ മാറിയിരിക്കുന്ന ഒരു സമയമാണത്. ഇവിടെയാണ് ഈ ഗസ ഭരണ കൈമാറ്റം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഡീൽ ചെയ്യും ഈ മിഡ് ടൈം ഇലക്ഷന് മുമ്പ് ഇസ്രായേൽ പ്രശ്നത്തിൽ ട്രംപ് ഇപ്പോൾ ഇറാൻ പ്രശ്നം താൽക്കാലികമായിട്ടൊന്ന് അവസാനിപ്പിച്ചു, അപ്പോഴും ലെബനോനിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒഴിവാക്കി ഇസ്രായേലിൻ്റെ ഇതിനുമായി ഞങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്ന് ഇങ്ങനെ ബോധമെങ്കിലും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേരിടാനാണോ ട്രംപിൻ്റെ ശ്രമം? അതല്ല, ഇസ്രായേലിനെ കൂടെ നിർത്തി തന്നെയാണോ? അത് ഈ ഇസ്രായേലിനെ കൂടെ നിർത്തുന്നതോറും താൻ എത്രമാത്രം അൺപോപ്പുലർ ആവണം തൻ്റെ ക്യാമ്പിലും പൊതുവെ അമേരിക്കൻ സമൂഹത്തിൽ എന്നുള്ളതാണ് ട്രംപ് തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ഡൈനാമിക്സ് വളരെ പ്രധാനമാണ് ഗസ പീസ് ഡീലിൽ. ഗസയുടെ സമാധാനം തീരുമാനിക്കുന്നത് അമേരിക്കൻ ജനതയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മിഡ് ടൈം ഇലക്ഷനോടുകൂടി അതിൻ്റെ ചില സൂചനകൾ വരാനും സാധ്യതയുണ്ട്.